അതെ. ഏത്? അതല്ലാന്ന്, ഞമ്മക്ക് വല്ലാത്തൊരു നെഞ്ഞു വേദന. അതിന് കല്ല് കൊണ്ടത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തല്ലേ, നിനക്കെന്തിനാ വേദന? ഇതല്ലാന്ന്, ഞമ്മക്ക് വല്ലാത്തൊരു നെഞ്ഞു വേദന. ഒരാഴ്ചയായി ഞമ്മൾ ഇന്നലെ ആ ലോട്ടറി എടുത്തൊന്ന് പോയിനു. ടെൻഷനായിട്ടാണ് ആ ലോട്ടറി പറഞ്ഞത്. പെൻഷനായിട്ടോ? ആർക്ക് പെൻഷനായി? പെൻഷനായിട്ടല്ല മനസ്സാ, ടെൻഷനായിട്ട് എന്നാ ഞമ്മള് പറഞ്ഞത്. അന്നെ ആദ്യം കണ്ടപ്പോ എനിക്ക് തന്നെ നല്ല ടെൻഷനായി. അപ്പൊ പിന്നെ ഡോക്ടറെ കാര്യം പറയണോ? ആ ലോട്ടർക്ക് ടെൻഷനായിട്ടല്ല, ഞമ്മക്ക് ഇങ്ങനെ ടെൻഷനായിട്ട് ഈ നെഞ്ഞു വേദന വരുന്നത് ആ ലോട്ടർ പറഞ്ഞിക്കണത്. അല്ലടോ, ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇങ്ങക്കൊന്നും ഓർമ്മയില്ലേ? ഇല്ലല്ലോ, ഞമ്മക്കൊന്നും ഓർമ്മ വരുന്നില്ല. റസാക്കിന്റെ കല്യാണത്തിന് ഒരു പട്ട് സാരി വാങ്ങിത്തരുന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് നിങ്ങളൊരു കോട്ടൺ സാരി അല്ലേ വാങ്ങിത്തന്നത്. ഒരു പെണ്ണിന് ടെൻഷൻ ആകാൻ ഇതൊക്കെ തന്നെ ധാരാളം മതി. ഓ, ഒരു ടെൻഷൻകാരി വന്നിക്കണ്. ഇവിടെ റേഷനരി വാങ്ങാൻ കാശില്ലാത്തപ്പ ഓളൊരു പട്ടു സാരി. ലോട്ടർ എടുത്ത് പോയപ്പോ ഞമ്മളോട് പറഞ്ഞ് ഈ ടെൻഷൻ മാറാന് ഗുളികയും മരുന്നും ഒന്നും വേണ്ട, വല്ല സിംഗപ്പൂരിലോ ദുബായിലോ ആടെങ്ങാൻ പോയി നിന്നാ മതിന്ന്. ഈ മനസ്സിന് സൗകര്യക്കേടാക്കാണ്ട് ഒന്ന് ഫോണുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞമ്മളോട് പഴയ സ്നേഹം ഒന്നുമില്ല. പണ്ട് നിങ്ങൾ ഞമ്മള് മോളെ മോളേന്ന് മാത്രമേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ എന്നെ മോളെ മോളെ തന്നെ വിളിക്കല്. പക്ഷെ അതിന്റെ മുന്നിലും പിന്നിലും വേറെന്തെങ്കിലും ഒക്കെ കൂട്ടുന്നു മാത്രം. നിങ്ങൾ ഇത് പറയുന്നു, ഡോക്ടർ പറഞ്ഞത് സിംഗപ്പൂര്, മലേഷ്യ അല്ലെങ്കിൽ ദുബായിൽ പോകാനാണ്. അപ്പൊ നെഞ്ചു വേദന വേഗം മാറുമല്ലോ. നിങ്ങൾ പറയും, നമ്മൾ എവിടാണ് പോണത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഡോക്ടറെ എടുത്തു പോവാ, അതാ നല്ലത്.